എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരി എന്ന പഞ്ചായത്തിൽ വേദകളരി പാഠശാല ഡോക്ടർ സുവർതൻ ഗുരുക്കളുടെ ഭവനമാണിത്. 200 വർഷം പഴക്കമുള്ള ഒരു ഭവനത്തിൽ 1-ാം തീയതി മുതൽ ഇന്ന് 6-ാം തീയതിയാണ്, ഒക്ടോബർ മാസം 6-ാം തീയതി. ഇവിടെ ഞങ്ങൾ എത്തുവാൻ ഇടയായ കാരണം, എൻ്റെ കൂട്ടത്തിൽ ജപ്പാനിൽ നിന്നും കരാട്ടെ മാസ്റ്റർ മസായ കൊഹാമ-സാനുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു കരാട്ടെ പരിശീലനവും അതുപോലെ തന്നെ ഈ വേദകളരി പാഠശാലയുടെ സുവർണ ജൂബിലി ആഘോഷം 50 വർഷം തികയുന്ന ഈ കളരി കരാട്ടെ പാഠശാലയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ സുവർതൻ ഗുരുക്കൾ ഞങ്ങളെ ക്ഷണിച്ചത് പ്രകാരം ഇവിടെ എത്തിയതാണ്. നിമിത്തങ്ങളിലൂടെയുള്ള ഒരു ജീവിതയാത്ര എന്ന എൻ്റെ വീഡിയോ ക്ലിപ്പുകളുടെ ആ പരമ്പര 14 എപ്പിസോഡുകൾ കടന്നു നിൽക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ വിവാഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിച്ച് നിർത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് സമയമുണ്ടായില്ല. അപ്പം ഇന്നലകളെ മാറ്റി നിർത്തിക്കൊണ്ട് പതിയെ ഇന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ എവിടെയാണ്, ഇന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ഒക്ടോബർ മാസം 6-ാം തീയതിയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇന്നെൻ്റെ ജന്മദിനം കൂടിയാണ്. ഇത് ഇന്ത്യയിൽ മലയാളക്കരയിൽ ഈ ദിവസം ഞാൻ 60 തികയുന്നതിനാൽ ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞ് ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. എന്നാൽ എനിക്കിത്തരം പിറന്നാൾ ആഘോഷങ്ങളോ ചടങ്ങുകളോടോ ഒന്നും എനിക്ക് താല്പര്യം ഉള്ളയാൾ ആയിരുന്നില്ല. എന്നാൽ എൻ്റെ സ്നേഹിതർ, ഫുജിഗംഗയുടെ അംഗങ്ങൾ, പ്രിയ സ്നേഹിതൻ സുനിലും അതുപോലെ മറ്റ് പ്രിയ സ്നേഹിതരെല്ലാം ഞാനിവിടെ ഉണ്ട് എന്നും ഇന്ന് എൻ്റെ പിറന്നാളാണ് എന്നും അറിഞ്ഞ് അവർ ഒരു ചടങ്ങ് തൊടുപുഴയിൽ ഫുജിഗംഗയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ താമസിയാതെ ഞാനും കൊഹാമ-സാനും അവിടേക്ക് പോവുകയാണ്. എന്തായാലും ജീവിതം ഇങ്ങനെ ഒരു പുഴയിലൊഴുകുന്ന ഒരു ചെറിയ പൊങ്ങുതടി പോലെ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത പല സ്ഥലങ്ങളിലും അത് എന്നെ എത്തിക്കുന്നു. അവിടെ കിട്ടുന്ന അനുഭവങ്ങൾ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അത് നല്ലതാകട്ടെ ചീത്തയാവട്ടെ എല്ലാം ഒരേപോലെ ഒരേ മനസ്സോടെ കണ്ട് സ്വീകരിച്ച് ഈ ജീവിതത്തിൻ്റെ പ്രയാണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ അവസരത്തിൽ ഇപ്പോൾ കൊഹാമ-സാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് 2 വാക്ക് സംസാരിപ്പിക്കാം. അദ്ദേഹം എണീറ്റ് വരുന്നതേ ഉള്ളൂ. അദ്ദേഹം ഒന്ന് മുഖമൊക്കെ കഴുകി വരട്ടെ. അതുപോലെ ഗുരുക്കൾ താഴെ ഈ വീടിൻ്റെ താഴത്തെ നിലയിലുണ്ട്. ഞാൻ മുകളിലത്തെ നിലയിൽ എനിക്കൊരു മുറി അദ്ദേഹം ഒരുക്കി തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സന്ദേശവുമൊക്കെ പിന്നീട് റെക്കോർഡ് ചെയ്യാമെന്ന് കരുതുന്നു. എന്തായാലും ഇവിടെ ഇങ്ങനെ വരുവാനിടയായ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ സുവർതൻ ഗുരുക്കൾ 73 വയസ്സ് ഉള്ള അദ്ദേഹവും ഭാര്യ രാധ ചേച്ചിയും കൂടി ഒരു ജപ്പാൻ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ എനിക്കതിനു മുമ്പ് ഇവരെ പരിചയമില്ല. എൻ്റെ ആരോ ഒരു സുഹൃത്ത് ഇവിടെ നിന്നും, കേരളത്തിൽ നിന്നും, ഞാനവിടെയുണ്ട്, എൻ്റെ നമ്പർ കൊടുത്ത് എന്നെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അവിടെ താമസ സൗകര്യവും മറ്റ് ഭക്ഷണ കാര്യങ്ങളുമൊക്കെ കുറച്ചുകൂടി എളുപ്പമാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ആരോ അവർക്ക് നമ്പർ കൊടുത്ത് വിട്ടതാണ്. ഒരു കളരി ഗുരുക്കളാണ്, ഇത്രയും പ്രായമുള്ളയാളാണ്. ഇതെല്ലാം അറിഞ്ഞപ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഒരു ലക്ഷ്യം കൂടിയായിരുന്നു ജപ്പാൻ സന്ദർശിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി പലതവണ ശ്രമിച്ചുവെങ്കിലും അന്നൊന്നും നടന്നില്ല. അദ്ദേഹം കളരിയിൽ മാത്രമല്ല, ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും പല ഉന്നത നിലയിലുള്ള പഠനങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും ഉള്ള ആൾ, കേരള യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡർ ഒക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ ഈ ഒരു ആയോധന കലയുടെ, അതും കേരളത്തിൻ്റെ ഏറ്റവും പുരാതനമായ ഒരു ആയോധന കല, അത് പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് അതിനുവേണ്ടി നടത്തുന്ന ആ ശ്രമം, അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ജപ്പാനിൽ സന്തോഷപൂർവ്വം സ്വീകരിക്കാനും അദ്ദേഹത്തെ അവിടെയുള്ള പല സ്ഥലങ്ങളും കൊണ്ടു നടന്ന് കാണിക്കുവാനും എല്ലാം സാധിച്ചു. അപ്പോൾ അവിടെ വന്നപ്പോൾ അദ്ദേഹം എന്നോടൊരാഗ്രഹം പറയുകയുണ്ടായി, എനിക്ക് ഇവിടെ ജപ്പാനിൽ വരുവാൻ
ഉണ്ടായ ആഗ്രഹം ജപ്പാൻ കാണുക എന്നുള്ളതല്ല. എനിക്ക് എൻ്റെ ഉപാസന, എൻ്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള മേഖല ആയോധന കലയാണ്. ഞാൻ മാർഷ്യൽ ആർട്സ് കരാട്ടയിൽ പല ഗുരുക്കളിൽ നിന്നും പലരിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. എനിക്ക് പുതുതായി ഒരു ഗുരുവിനെ, ഒരു കരാട്ടെ മാഷിനെ ആവശ്യമുണ്ട്. അത് നേടിത്തന്നാൽ വലിയ ഉപകാരമായിരിക്കും എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മോൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരു കുട്ടിയുടെ പിതാവ് ഒരു കരാട്ടെ മാഷാണ് എന്ന് മാത്രം എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ പരതിയെടുത്തു, അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്തു. അദ്ദേഹം വളരെ തിരക്കുള്ളയാളാണ്. കാരണം അദ്ദേഹം ഒരു കരാട്ടെ ഗ്രൂപ്പിൻ്റെ, ഷോട്ടോക്കാൻ ഒരു കരാട്ടെ സെക്ഷൻ്റെ വേൾഡ് ലീഡറാണ്. അദ്ദേഹം ലോകം മുഴുവൻ ഓരോ രാജ്യങ്ങളിലും എപ്പോഴും ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും. അപ്പോൾ എപ്പോഴാണ് ജപ്പാനിലുള്ളത് എന്ന് എനിക്ക് പലപ്പോഴും അറിയില്ല. എന്തായാലും കൃത്യമായി വിളിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു 2 ദിവസത്തിനുള്ളിൽ ഞാൻ ജപ്പാനിൽ എത്തുന്നുണ്ട്, അപ്പോൾ വന്ന് കാണാം എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്, ബോംബെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എത്തി. അവിടെ വെച്ച് സുഹൃതൻ ഗുരുക്കളെ ഞാൻ പരിചയപ്പെടുത്തി. എന്തായാലും അദ്ദേഹവുമായിട്ട് അങ്ങനെ ഒരു ബന്ധം അവിടെ വെച്ച് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കീഴിൽ പരിശീലനവും ആരംഭിച്ചു. എന്നാൽ പിന്നീട് സുഹൃതൻ ഗുരുക്കൾ നാട്ടിലേക്ക് മടങ്ങിയതിനാൽ പിന്നീടുള്ള പരിശീലന കാര്യങ്ങളൊക്കെ പലപ്പോഴും നേരിട്ട് നടത്തുവാനുള്ള അവസരമുണ്ടായില്ല. അപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ ഈ കരാട്ടെ മാസ്റ്ററുമായിട്ട് ഞാൻ കേരളത്തിൽ വരാമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അത് സാധിക്കുമോ എന്ന് എനിക്ക് അന്നറിയില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു അവസരം കൃത്യമായി വന്നെത്തി. കരാട്ടെ മാഷ് ഇന്ത്യയിലേക്ക് പോരുവാനുള്ള ഒരു താല്പര്യം പറഞ്ഞു. അദ്ദേഹം 27 പ്രാവശ്യം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതലായിട്ടും ബോംബെയും ഗുജറാത്തും അങ്ങനെയുള്ള വടക്കേന്ത്യൻ സ്ഥലങ്ങളിലേക്കാണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ ക്യാമ്പുകളും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളുമെല്ലാം അവിടെയുള്ളത്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുള്ളത്. കേരളത്തിൽ ഇത് 3ാമത്തെ തവണയാണ് അദ്ദേഹം വരുന്നത്. മാത്രമല്ല എല്ലാ പ്രാവശ്യവും വരുമ്പോൾ അദ്ദേഹം ആരെങ്കിലും കരാട്ടെ ഗ്രൂപ്പുകളുടെ ക്ഷണപ്രകാരം വരുന്നു. അവർ അദ്ദേഹത്തെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ക്ലാസ്സുകൾ എടുപ്പിക്കുന്നു, ക്യാമ്പുകൾ നടത്തുന്നു, സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങുന്നു, ബെൽറ്റ് വാങ്ങുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷാ പരിജ്ഞാനക്കുറവ് മൂലം അദ്ദേഹം ഇംഗ്ലീഷിലും വളരെ പരിജ്ഞാനം കുറവുള്ളയാളാണ്. ജാപ്പനീസ് ഭാഷ മാത്രമാണ് സംസാരിക്കുക. എന്തായാലും അദ്ദേഹത്തിന് പല പ്രാവശ്യം അദ്ദേഹത്തിന് ഇന്ത്യയിൽ വളരെയേറെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായി എന്നെല്ലാം എന്നോട് പറയുകയുണ്ടായി. പലപ്പോഴും അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല അവിടെ സംഭവിക്കുക. അത് നമുക്കറിയാം, നാട്ടിലെ ഇത്തരം മേഖലകളിലുള്ള പ്രശ്നങ്ങൾ. എന്തായാലും അതൊന്നും നമുക്കും പരിഹരിക്കാൻ പറ്റുന്നതല്ല. എന്തായാലും ഇത്തവണ എനിക്ക് ബോധ്യമുണ്ടായിരുന്നു, എൻ്റെ കൂടെ അദ്ദേഹം വരികയാണ് എങ്കിൽ അദ്ദേഹം കബളിപ്പിക്കപ്പെടുകയില്ല. അദ്ദേഹത്തെ ശരിയായ വിധത്തിൽ ഈ കരാട്ടെ ക്ലാസ്സുകളിലെല്ലാം എനിക്ക് കൊണ്ടു നടക്കാനും അദ്ദേഹത്തെ അവിടെ കുട്ടികളെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുവാനും ഒക്കെ സാധിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ 1-ാം തീയതി 30-ാം തീയതി രാത്രി നെടുമ്പാശ്ശേരിയിലെത്തിയതാണ്. ഇവിടേക്ക് എത്തുമ്പോഴേക്കും 1-ാം തീയതിയായി. 1-ാം തീയതി രാവിലെ 2:30-ക്കാണ് ഇവിടെ വരുന്നത്. അങ്ങനെ 2-ാം തീയതി ഇവിടെ നടന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടിയിൽ ഇവിടുത്തെ മണലൂർ MLA മുരളിച്ചേട്ടനെയും അതുപോലെ ഇവിടുത്തെ പല പ്രമുഖരെയും എല്ലാം പരിചയപ്പെടുവാനും അങ്ങനെ വേദകളരിയുടെ ആദരം ഞങ്ങൾക്ക് ഇവർ നൽകി, അത് സ്വീകരിക്കുവാനും എല്ലാം സാധിച്ചു. അങ്ങനെ വളരെ അവിസ്മരണീയമായ ദിനങ്ങളാണ് ഇവിടെ കടന്നുപോയത്. ഇങ്ങനെയൊരു അവസരം ഉണ്ടായത് എല്ലാം ഒരു നിമിത്തം ആണ് എന്ന് ഞാൻ കരുതുകയാണ്. ഈ ഒരു തറവാട്, ഇവിടെ 200 വർഷം പഴക്കമുള്ള ഈ ഒരു തറവാട് ഇവിടെ ഈ ഷഷ്ടിപൂർത്തി ദിനത്തിൽ ഇരിക്കുവാൻ കഴിയുന്നത് ഇതിനെല്ലാം ജഗദീശ്വരന് ഞാൻ നന്ദി പറയുന്നു. ഇന്നലെ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൽ പാരിഷ് ഹാളിലായിരുന്നു ഇന്നലെ കരാട്ടെ പരിശീലനം. ആ പരിശീലന സമയത്ത് തന്നെ ലാലേട്ടൻ കുടയത്തൂർ തൊടുപുഴ മേഖലയിൽ ദൃശ്യം 3-ന്റെ ഷൂട്ടിങ്ങുമായിട്ട് ഉണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ലാലേട്ടനെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് സമയമായതിനാൽ ഞാൻ എപ്പോഴെങ്കിലും വിളിക്കാമെന്ന ഒരു ചെറിയ മെസ്സേജ് മാത്രം എനിക്ക് കിട്ടി. എന്തായാലും ആ കരാട്ടെ ക്ലാസ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കോൾ വന്നു. അപ്പോൾ ഞാൻ ലാലേട്ടനോട് പറഞ്ഞു, ഒന്ന് വീഡിയോ കോളിൽ വരാമോ, ഇവിടെ കുട്ടികൾക്കെല്ലാം ലാലേട്ടനെ കാണുവാൻ വളരെ അതിയായ ആഗ്രഹമുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ സമ്മതിച്ചു, ഞാനിതാ വീഡിയോ കോളിൽ വരുന്നു എന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ വന്നു. അങ്ങനെ ആ കരാട്ടെ കുട്ടികളെയും സുഹൃതൻ ഗുരുവിനെയും അതുപോലെ ജപ്പാനിൽ നിന്നുള്ള കൊഹാമ സെൻസെയെയും എനിക്ക് ലാലേട്ടനെ പരിചയപ്പെടുത്തുവാൻ സാധിച്ചു.
അദ്ദേഹത്തെ പോലെ ഇത്രമാത്രം തിരക്കുള്ള ഒരു മനുഷ്യന് ഇത്ര നിസ്സാരനായ എന്നെ ഈ രീതിയിൽ പരിഗണിച്ചതിൽ ആ സ്നേഹം ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വാഗമണ്ണിൽ ഋതംബരയിൽ വെച്ചാണ് ഞാൻ മോഹൻലാലിനെ ആദ്യം കണ്ടുമുട്ടുന്നത്. അന്ന് മുതൽ തുടങ്ങിയ ആ ബന്ധം വളരെ ഊഷ്മളമായി തുടരുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് അടുത്ത് കിട്ടിയ ദാദാ ഫാൽക്കെ പുരസ്കാരം, അവാർഡ്, സിനിമാ ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരം നേടിയ ആ നിറവിൽ നിൽക്കുന്ന ആ ലാലേട്ടന് അല്പസമയമെങ്കിലും ഈ കുരുന്നുകുട്ടികളുടെ കരാട്ടെ പരിശീലന സമയത്ത് അവരുമായിട്ട് സംവദിക്കുവാൻ നേരം കണ്ടെത്തി. ഞാൻ അത് നന്ദിപൂർവ്വം ഓർക്കുന്നു. അങ്ങനെ ഈ സുദിനം ഇനി ഞാൻ ഗുരുക്കളുടെ അനുഗ്രഹവും വാങ്ങി ഇവിടെ നിന്നും തൊടുപുഴയിലേക്ക്, എൻ്റെ ജന്മനാട്ടിലേക്ക് പോവുകയാണ്. കുഹാമസാനും എൻ്റെ കൂടെയുണ്ട്. അവിടെ ഫുജിഗംഗ അംഗങ്ങളും എൻ്റെ സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് ഒരു കൂട്ടായ്മ അവിടെ സിസിലിയ ഹോട്ടലിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ പുറപ്പെടുകയാണ്. എല്ലാവർക്കും ഈ സുദിനം എന്നെ അനുസ്മരിച്ച, എനിക്ക് ഇതുവരെയും ജീവിതത്തിൽ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന, ഇനി നൽകുവാൻ പോകുന്ന എല്ലാ സുമനസ്സുകൾക്കും ഞാൻ സ്നേഹം, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി എല്ലാം പങ്കുവെക്കുകയാണ്. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.